അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഏരിയയിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതോടുകൂടി ഈ ഏരിയ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, അയക്കുക. നിങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും. ടീച്ചേഴ്സിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഞാനുണ്ടായിരുന്നു. അതിൽ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻമെൻ്റ് ആയിട്ട് 3 ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ ട്രാൻസാക്ഷനിലെയും ആസ്പെക്ട്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 3 ക്വസ്റ്റ്യൻസ്. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ട്രാൻസാക്ഷനിലും 2 ആസ്പെക്ട് ഉണ്ടാവും എന്നുള്ളത് പറയുന്നു. ആ 2 ആസ്പെക്റ്റിനെ മാറ്റി എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ജേണൽ എൻട്രീസ് എഴുതുന്ന സമയത്ത് ആസ്പെക്റ്റുകൾ ഓരോന്നായിട്ട് മാറ്റി എഴുതുന്നതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത ഏരിയ നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇവിടെ നമ്മൾ ഇതിന്റെ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നതിന്റെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ഓരോ ക്വസ്റ്റ്യനിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒരേപോലെയല്ല, ഹോംവർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന ഹെഡിങ് ആണ്. അസറ്റിന്റെ സൈഡിൽ വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ക്യാഷ് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ, ബാക്കി നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്നുള്ളത് ഇത് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇക്വലിന്റെ സൈഡിലേക്ക് അസറ്റും ആ സൈഡിലേക്ക് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിലാണ്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് give accounting equation after each of the following transaction. ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണെന്നുള്ള പ്രൂവ് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. ഒന്നാമത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ എന്നുള്ളതാണ്. ക്യാഷ് 30,000 അത് എഴുതുകയാണ് ഇവിടെ. ഒന്നാമത് സ്റ്റാർട്ടഡ് ബിസിനസ് ക്യാഷ് 30,000 ആണ്. ക്യാഷിന്റെ ഇടയിൽ 30,000 എഴുതുന്നു. ഇതേസമയം ഇവിടെ തന്നെ വേറെ ഒന്നുമില്ല, ക്യാപിറ്റലിനെയാണ് അത് ബാധിക്കുന്നത്, ക്രെഡിറ്റേഴ്സിനെ ബാധിക്കുന്നില്ല. ക്യാപിറ്റലിനെ ബാധിക്കുന്നത് 30,000 ആണ്. 30,000 ക്യാപിറ്റലിനെ ബാധിക്കുന്നുണ്ട്, ക്യാഷിനെ 30,000 തന്നു. നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് 30,000 വരുന്നു. അതേസമയം തന്നെ ക്യാപിറ്റൽ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് 30,000 ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിന്റെ അടിയിൽ 30,000 എഴുതുന്നു. അയാളുടെ ക്യാപിറ്റലായിട്ട് 30,000 എഴുതുന്നു. ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് 30,000 ക്യാഷും വരും. അപ്പോൾ ആ രീതിയിൽ 2 സൈഡിലും 30,000 ആണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണ്. രണ്ടാമത് പർച്ചേസ്ഡ് ഫർണിച്ചർ എന്നാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്നുള്ളത് നമുക്കറിയാം അസറ്റാണ്. ഫർണിച്ചർ എപ്പോഴും അത് ഫിക്സഡ് അസറ്റാണ്. അതുകൊണ്ട് തന്നെ അസറ്റിന്റെ സൈഡിലാണ് എഴുതേണ്ടത്. ഇവിടെ ഹെഡിങ് ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഹെഡിങ് എഴുതേണ്ടതാണ്. ഫർണിച്ചർ എന്നുള്ള ഹെഡിങ് എഴുതി. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 2,000 റുപ്പീസിന് ഫർണിച്ചർ വാങ്ങാൻ ചെയ്തിരിക്കുന്നു. ഫർണിച്ചർ വാങ്ങി 2,000 റുപ്പീസ് കൊടുത്തിട്ട് നമ്മളൊരു ഫർണിച്ചർ വാങ്ങി. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ നിന്ന് 2,000 റുപ്പീസ് പോകുന്നു. 2,000 റുപ്പീസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. അതേസമയം തന്നെ നമ്മുടെ അടുത്തേക്ക് ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു ഫിക്സഡ് അസറ്റ് വരികയും ചെയ്യും. 2,000 റുപ്പീസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു. അതേസമയം തന്നെ നമ്മുടെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഫർണിച്ചർ 2,000 റുപ്പീസിന്റെ ഫർണിച്ചർ നമ്മുടെ അടുത്തേക്ക് വരും. ഇവിടെ ക്യാഷ് ആയിട്ട് 2,000 നമ്മുടെ കൈവശം പോകുന്നു. മൈനസ് 2,000 ആണ് എഴുതുന്നത്. കാരണം നമ്മുടെ കൈവശത്ത് നിന്ന് 2,000 റുപ്പീസ് പോകുന്നു, അതുകൊണ്ട് തന്നെ മൈനസ് ചെയ്യും. ഫർണിച്ചറിന്റെ താഴെ 2,000 റുപ്പീസിന്റെ ഫർണിച്ചർ നമുക്ക് ഇങ്ങോട്ട് വരുന്നു. 2,000 റുപ്പീസിന്റെ ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഫർണിച്ചറിന്റെ താഴെ 2,000 എഴുതി. ഇത് മറ്റു അസറ്റുകളൊന്നും തന്നെ എഴുതിയിട്ടില്ല. ക്രെഡിറ്റേഴ്സിനെ ബാധിക്കുന്നില്ല, അതേപോലെ തന്നെ ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണെന്നുള്ളത് നോക്കുകയാണ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നോക്കുന്നു.
30,000 ആണ് നമ്മുടെ അടുത്ത് ക്യാഷ് ഉള്ളത്. 30,000 ക്യാഷ് ഉണ്ട്. അതിൽ നിന്ന് 2,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് 28,000 മാത്രമേ ഉണ്ടാവും. 2,000 റുപ്പീസ് ഫർണിച്ചർ വാങ്ങാനായിട്ട് ഉപയോഗിച്ചു. 2,000 റുപ്പീസിന്റെ ഫർണിച്ചർ നമ്മുടെ അടുത്ത് വരികയും ചെയ്തു. അപ്പം 30,000 റുപ്പീസ് നമ്മുടെ കൈവശം ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2,000 റുപ്പീസ് ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചു. ബാക്കിയുള്ളത് 28,000 ആണ് നമ്മുടെ കൈവശം ഉള്ളത്. 28,000 ആണുള്ളത്. അപ്പം 2,000 റുപ്പീസ് നമ്മുടെ അടുത്ത് 2,000 റുപ്പീസിന്റെ ഫർണിച്ചർ നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്തു. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഈ സൈഡിലൊന്നും തന്നെ ഒന്നുമില്ല. 30,000 റുപ്പീസിന്റെ ക്യാപിറ്റൽ നമ്മൾ എടുക്കും. ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 28,000 പ്ലസ് 2,000 ഈക്വൽ ടു 30,000 എന്നുള്ള രീതിയിലേക്ക് രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് വരുന്നു. 30,000 രണ്ട് സൈഡിലും വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്പർ 1 ആണ് ഇത് വരുന്നത്. ഒന്നാമത്തെ അക്കൗണ്ടിങ് ഇക്വേഷൻ 30,000 രണ്ട് സൈഡിലും വരുന്നു. പർച്ചേസ് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് 2,000 റുപ്പീസ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കുറയുന്നു. അതേസമയം തന്നെ 2,000 റുപ്പീസിന്റെ ഫർണിച്ചർ നമ്മുടെ അടുത്തേക്ക് വരുന്നു. ഫർണിച്ചറിന്റെ അടിയിൽ 2,000 റുപ്പീസ് വരുന്നു. അടുത്ത ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. മൂന്നാം പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ്. കടമായിട്ടാണ് വാങ്ങിയത്. നമ്മൾ അതിന്റെ പൈസ കൊടുക്കുന്നില്ല. പിന്നീട് പൈസ കൊടുക്കാന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കടമായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നീട് പൈസ കൊടുക്കുകയായിരിക്കും ചെയ്യും. ഒന്നുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്ന് ക്യാമറ സെറ്റിംഗ്സ് ഒന്ന് മാറ്റിയതാണ്. ഒന്നുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഇവിടെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 30,000 ആണ്. ക്യാഷിന്റെ അടിയിൽ 30,000 എഴുതി. ക്യാപിറ്റലിന്റെ അടിയിൽ 30,000 എഴുതി. വേറെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല. പർച്ചേസ് ഫർണിച്ചർ ആണ് രണ്ടാമത്. ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് 2,000 റുപ്പീസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതേസമയം തന്നെ 2,000 റുപ്പീസിന്റെ ഫർണിച്ചർ നമ്മുടെ അടുത്തേക്ക് വരുന്നു. 2,000 റുപ്പീസിന്റെ ഫർണിച്ചർ നമ്മുടെ അടുത്തേക്ക് വരുന്നു. ക്യാഷ് നമ്മുടെ അടുത്ത് നിന്ന് പോവുകയും ചെയ്തു. അതുകൊണ്ട് ക്യാഷ് കുറച്ചു. ഫർണിച്ചർ കൂടി ഇവിടെ ബാധിക്കുന്നില്ല. ഒന്നാമത്തെ അക്കൗണ്ടിങ് ഇക്വേഷൻ. ക്യാഷിൽ നിന്ന് 28,000 കുറച്ചു. ക്യാഷ് നമ്മുടെ കൈവശമുള്ള 30,000 നിന്ന് 2,000 കുറച്ചു. 28,000 ആയി. അതേപോലെ തന്നെ ഫർണിച്ചർ 2,000 ഈ സൈഡിൽ ബാധിക്കുന്നില്ല. രണ്ട് സൈഡിൽ 30,000 ആയി. അടുത്ത പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ്. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ പറയുന്നത് പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ്. കടമായി സാധനങ്ങൾ വാങ്ങി. പൈസ കൊടുക്കുന്നില്ല. സാധനങ്ങൾ നമ്മൾ എടുത്തേക്കും. സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്. എന്താണ്? ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹെഡിങ്ങിൽ ഇവിടെ എഴുതാണ് സ്റ്റോക്ക് എന്നുള്ളത് എഴുതാണ്. സ്റ്റോക്ക് എന്നുള്ള ഹെഡിങ് എഴുതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്നുള്ള പേരിലാണ്. കടമായി ആണ് സാധനങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പൈസ ഇപ്പം കൊടുക്കുന്നില്ല, പിന്നീടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേര് ക്രെഡിറ്റേഴ്സ് ആണ്. അവർക്ക് പിന്നീട് നമ്മൾ പൈസ കൊടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെയുള്ള ഹെഡിങ് ആണ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. പിന്നീട് പൈസ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. എത്ര രൂപയുടെ സാധനങ്ങളാണോ വാങ്ങിയത് അത്രയും പൈസ നമ്മൾ പിന്നീട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ ക്രെഡിറ്റേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. ആ ലയബിലിറ്റി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നീട് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം പുതിയ സ്റ്റോക്ക് എന്നുള്ള പുതിയൊരു അസറ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നു. സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു. പക്ഷെ പിന്നീടാണ് പൈസ കൊടുക്കുന്നത്. ഇപ്പം പൈസ കൊടുക്കുന്നില്ല. പൈസ കൊടുക്കുകയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷിൽ നിന്ന് കുറഞ്ഞാണ്. പക്ഷെ ഇപ്പം ക്യാഷ് കൊടുക്കാത്തതുകൊണ്ട് ക്യാഷിനെ അത് ബാധിക്കുന്നില്ല. ഫർണിച്ചറിനെ നമുക്കറിയാം, ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലാത്തതുകൊണ്ട് ഫർണിച്ചറിനെ ഇവിടെ ബാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കടമായിട്ട് പർച്ചേസ് ചെയ്തു, അത് സ്റ്റോക്കിനെയാണ് ബാധിക്കുന്നത്. 10,000 രൂപയുടെ ഗുഡ്സ് ആണ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നത്. 10,000 രൂപയുടെ ഗുഡ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു. 10,000 രൂപയുടെ ഗുഡ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു. അപ്പോൾ സ്റ്റോക്കിന്റെ താഴെ 10,000 എഴുതുന്നു. 10,000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു. അതിന്റെ ക്യാഷ് നമ്മൾ കൊടുത്തിട്ടില്ല, പിന്നീട് കൊടുക്കാണെന്നാണ് പറയുന്നത്. ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ക്രെഡിറ്റേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ക്രെഡിറ്റേഴ്സിന്റെ താഴെ 10,000 റുപ്പീസ് എഴുതും. പിന്നീട് നമ്മൾ പൈസ കൊടുക്കേണ്ടതായി വരും. കാരണം അവരുടെ അടുത്ത് കടമായിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പിന്നീട് നമ്മൾ ആ പൈസ കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സിന്റെ താഴെ നമ്മൾ 10,000 എഴുതും. ഇവിടെ 30,000 ക്യാപിറ്റലിനെ അത് ബാധിക്കുന്നില്ല. അപ്പം
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കടമായാണ് സാധനങ്ങൾ വാങ്ങുന്നത്. കടമായി സാധനങ്ങൾ വരുന്ന സമയത്ത് ക്യാഷിൽ നിന്ന് കുറയുന്നില്ല, പൈസ കുറയുന്നില്ല. പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ക്യാഷിൽ നിന്ന് കുറയും. പക്ഷെ ഇവിടെ പൈസ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാഷിനെ ബാധിക്കുന്നില്ല, ഫർണിച്ചറിനെ ബാധിക്കുന്നില്ല. അതേസമയം തന്നെ സ്റ്റോക്ക് നമ്മുടെ അടുത്തേക്ക്, ഗുഡ്സ് നമ്മുടെ അടുത്തേക്ക് 10,000 രൂപയുടെ ഗുഡ്സ് നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ ബിസിനസ്സിലേക്ക് 10,000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മുടെ അടുത്തേക്ക് വന്നു. 10,000 റുപ്പീസ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ട്. പിന്നീട് കൊടുത്താൽ മതി. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. 10,000 റുപ്പീസ് ക്യാപിറ്റലിനെ ബാധിക്കുന്നു. ഇനി അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണെന്നുള്ളത് നോക്കാം. ഇവിടെ 28,000 തന്നെ ഇവിടെ ബാധിക്കും. മറ്റു ട്രാൻസാക്ഷൻ ഒന്നും തന്നെ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല, ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല. ഇവിടെ സ്റ്റോക്ക് പുതുതായി വന്നിട്ടുണ്ട്. 10,000 റുപ്പീസ് സ്റ്റോക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് 10,000 റുപ്പീസ് പുതുതായി വന്നിട്ടുണ്ട്. അത് ക്യാപിറ്റലിനെ ഒരു തരത്തിൽ ബാധിക്കാത്തതുകൊണ്ട് 30,000 തന്നെ. ഇതാണ് രണ്ടാമത്തെ അക്കൗണ്ടിങ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. രണ്ട് സൈഡ് നോക്കുക. രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 28,000 പ്ലസ് 2,000, 30,000 പ്ലസ് 10,000, 40,000 ആവും. ഈ സൈഡിൽ 40,000, രണ്ട് സൈഡിൽ 40,000 ആയിട്ട് വരുന്നു. അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണ്. ഇതാണ് രണ്ടാമത്തെ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇവിടെ സ്റ്റോക്ക് കടമായി, സാധനങ്ങൾ കടമായി വാങ്ങുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് ക്രെഡിറ്റേഴ്സിനെയും സ്റ്റോക്കിനെയാണ് ബാധിക്കുന്നത്. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ആണത്. നാലാമത്തെ ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 6,000 ഫോർ 8,000. ഇവിടെയാണ് ഈ ക്വസ്റ്റിന്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. സോൾഡ് ഗുഡ്സ് ഫോർ കോസ്റ്റിംഗ് 6,000 ഫോർ 8,000. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? സാധനങ്ങൾ വിൽക്കുന്നത് ലാഭത്തിലാണ്. നമ്മുടെ കൈവശമുള്ള സാധനം, നമ്മൾ വാങ്ങിയ സാധനം, ഇപ്പൊ 10,000 സാധനമുണ്ട്, അത് വിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ലാഭം കൂടി വേണം. അല്ലാതെ ബിസിനസ് നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? സാധനങ്ങൾ വിൽക്കുമ്പോൾ കുറച്ച് പ്രോഫിറ്റ് എടുത്തിട്ടായിരിക്കും നമ്മൾ വിൽക്കുക. ഇവിടെ പറയുന്നത് 6,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 8,000 രൂപയ്ക്ക് വിൽക്കും എന്നുള്ളതാണ്. 6,000 രൂപയുടെ സാധനങ്ങൾ 8,000 രൂപയ്ക്ക് വിൽക്കും. നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. നമ്മൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? 6,000 രൂപയുടെ സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 8,000 രൂപയ്ക്ക് വിൽക്കും. 8,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് 2,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നു. 8,000 മൈനസ് 6,000. അപ്പൊ 2,000 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. ഇവിടെ പറയുന്നത് 6,000 രൂപയുടെ സാധനങ്ങൾ, കോസ്റ്റ് 6,000 രൂപ. ആ പ്രൊഡക്റ്റിന്റെ, ആ ഗുഡ്സിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 6,000 രൂപയാണ്. അത് വിൽക്കുന്നതോ 8,000 റുപ്പീസിനാണ്. 8,000 റുപ്പീസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടി. പക്ഷെ നമ്മൾ കൊടുക്കുന്നതോ 6,000 കോസ്റ്റ് ഉള്ള സാധനം മാത്രമേ കൊടുക്കുന്നു. 10,000 ആണ് ഇവിടെ നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക് ഉള്ളത്. അതിൽ നിന്ന് 6,000 രൂപയുടെ സാധനങ്ങൾ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 8,000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇപ്പൊ 2,000 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. 2,000 രൂപ പ്രോഫിറ്റ് കിട്ടും. അതെങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. നാലാമത്തതാണ് സോൾഡ് ഗുഡ്സ് ഓൺ പ്രോഫിറ്റ്. പ്രോഫിറ്റിലാണ് കിട്ടുന്നത്. 2,000 രൂപ പ്രോഫിറ്റിലാണ് കിട്ടുന്നത്. നമ്മളിവിടെ നോക്കാം എങ്ങനെയാണ് എഴുതുന്നത്. നമുക്ക് എത്ര രൂപ കിട്ടി നോക്കാം. എത്ര രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 8,000 റുപ്പീസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 8,000 റുപ്പീസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ക്യാഷിന്റെ താഴെ 8,000 റുപ്പീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഫർണിച്ചറിനെ ബാധിക്കുന്നില്ല. സ്റ്റോക്കിനെ ബാധിക്കുന്നുണ്ടോ? സ്റ്റോക്കിനെ ബാധിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്റ്റോക്കിൽ നിന്ന് വേണം ഇത് എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി. സാധനങ്ങൾ വിൽക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഗുഡ്സ് ആണ് നമ്മൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഗുഡ്സ് നമ്മുടെ അടുത്ത് നിന്ന് കുറയും. ഗുഡ്സ് കുറയും. ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഗുഡ്സ് എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മുടെ അടുത്തുണ്ട്. 10,000 റുപ്പീസിന്റെ ഗുഡ്സ് നമുക്ക് നമ്മുടെ കൈവശം ഉണ്ട്. പക്ഷെ അത് മുഴുവൻ നമ്മൾ വിൽക്കുന്നില്ല. നമ്മൾ വിൽക്കുന്നത് 6,000 രൂപയുടെ സാധനങ്ങൾ മാത്രമേ വിൽക്കുന്നുള്ളൂ. 6,000 രൂപയുടെ സാധനങ്ങൾ മാത്രമേ വിൽക്കുന്നുള്ളൂ. അത് വിൽക്കുന്ന 8,000 ആണ്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്, ബിസിനസ്സിൽ നിന്ന് പോകുന്നത് 6,000 രൂപയുടെ ഗുഡ്സ് ആണ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ നിന്ന് മൈനസ് 6,000 റുപ്പീസിന്റെ സ്റ്റോക്ക് നമ്മുടെ കൈവശത്ത് നിന്ന് പോകുന്നു എന്നുള്ളത് എഴുതുക. 6,000 റുപ്പീസിന്റെ സ്റ്റോക്ക് നമ്മുടെ നിന്ന് പോകുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്രെഡിറ്റേഴ്സിനെ ബാധിക്കുന്നില്ല. ക്യാഷ് ആണ് കിട്ടിയത്. 8,000 റുപ്പീസ് ക്യാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇവിടെ ക്രെഡിറ്റേഴ്സിനെയോ ഒന്നും ആരെയും ബാധിക്കുന്നില്ല. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. 2,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. 6,000 റുപ്പീസിന്റെ സാധനം 8,000 റുപ്പീസിന് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? 2,000 രൂപ പ്രോഫിറ്റ് കിട്ടി. ആ
ആ 2000 റുപ്പീസ് ഇതിന്റെ ഓണർക്ക് അവകാശപ്പെട്ടതാണ്, ബിസിനസിന്റെ ഓണർക്ക് അവകാശപ്പെട്ടതാണ്. പ്രോഫിറ്റ് എപ്പോഴും ബിസിനസിന്റെ ഓണർക്ക് അവകാശപ്പെട്ടതാണ്. ലോസ് ഉണ്ടെങ്കിലോ ആ ലോസും ഓണർ തന്നെയാണ് സഫർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ 2000 രൂപയുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, ഓണർക്ക് കൊടുക്കും. 2000 റുപ്പീസ് പ്രോഫിറ്റ് ഓണർക്ക് നമ്മൾ കൈമാറും. 2000 റുപ്പീസ് ക്യാപിറ്റലിന്റെ കൂടെ എന്ത് ചെയ്യും, ആ 2000 റുപ്പീസ് കൂടി അയാൾക്ക് കൊടുക്കും. അപ്പൊ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുഡ്സ് സോൾഡ് ഗുഡ്സ് ഓൺ പ്രോഫിറ്റ്. 6000 രൂപയുടെ സാധനം നമ്മള് 8000 രൂപയ്ക്ക് വിൽക്കുന്നു. 6000 രൂപയുടെ ഗുഡ്സ് ആണുള്ളത്. ആ ഗുഡ്സ് എന്ത് ചെയ്യുന്നു, 10000 രൂപയുടെ ഗുഡ്സ് നമ്മുടെ അടുത്തുണ്ട്. അതിൽ നിന്ന് 6000 രൂപയുടെ ഗുഡ്സ് കുറയുന്നു. -6000. അപ്പൊ നമ്മുടെ അടുത്ത് ബാക്കിയുള്ള 4000 മാത്രമേ ഉണ്ടാവുള്ളൂ. വിൽക്കുന്നത് 8000 രൂപയ്ക്കാണ്. 6000 രൂപയുടെ സാധനം 8000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ ബിസിനസ് നടത്തുന്നതിന് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു 2000 രൂപ പ്രോഫിറ്റ് എടുത്തിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. ആ പ്രോഫിറ്റ് ഓണർക്ക് അവകാശപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അയാളുടെ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യും. ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണ് നമ്മൾ നോക്കാം. ഇവിടെ 28,000 പ്ലസ് 8,000 36,000 ആണ് വരിക. ഇവിടെ 10,000 മൈനസ് 6,000. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് 10,000 ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ വിറ്റ് ഒഴിവാക്കി 6000 രൂപയുടെ സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ അടുത്ത് ബാക്കിയുള്ളത് 4,000 റുപ്പീസിന്റെ സ്റ്റോക്കാണ് നമ്മുടെ അടുത്ത് ബാക്കിയുള്ളത്. 10,000 ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഈ സമയത്ത് 32,000 ആയിട്ട് മാറും ക്യാപിറ്റൽ. കാരണം പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യണം. പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ 32,000 ആയിട്ട് മാറും. കാരണം ഇവിടെ 2,000 റുപ്പീസ് പ്രോഫിറ്റും കൂടി ഇവിടെ വേണമെങ്കിൽ ബ്രാക്കറ്റ് എഴുതാം. പ്രോഫിറ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് ആണ് 2,000 റുപ്പീസ് പ്രോഫിറ്റ് ആണ്. 32,000 ആയി. ഇപ്പൊ എന്ത് ചെയ്യും, ഈ സൈഡിൽ 42,000 ആയി. ഈ സൈഡിൽ നോക്കാം, ഈ സൈഡിലും 42,000 ആയിട്ട് മാറി. 36,000 പ്ലസ് 4,000 38,000 ആവും. 4,000 ആകുമ്പോൾ 42,000. ഈ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് 42,000 ആയിട്ട് മാറും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് പ്രോഫിറ്റ് ആകുമ്പോൾ ഈ സൈഡിൽ സ്റ്റോക്കിൽ നിന്ന് കുറയണം. അതേസമയം ആ പ്രോഫിറ്റിന്റെ എമൗണ്ട് ഇവിടെ ക്യാപിറ്റലിൽ കാണിക്കണം. അതേപോലെ തന്നെ നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം, അത് ക്യാഷിന്റെ കൂടെ എഴുതുകയും വേണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്തത് 5ാമത് റിസീവ്ഡ് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലാഭവിഹിതം എന്നാണ് പറയുന്നത്. ലാഭവിഹിതം നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. പല ബിസിനസ്സുകളും മറ്റു കമ്പനികളുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ലാഭവിഹിതം, ആ ഒരു ബിസിനസ് നടത്തിയിട്ട് അതിന്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻകമാണ്. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന 4,000 റുപ്പീസ് ആണ്. 4,000 റുപ്പീസ് നമുക്ക് ഒരു ഡിവിഡൻഡ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടിയിരിക്കും. ബിസിനസ്സിൽ കിട്ടിയിരിക്കുന്ന ലാഭവിഹിതമാണ്. അതെന്ത് ചെയ്യുന്നു, അത് ക്യാഷിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. 4,000 റുപ്പീസ് ആണുള്ളത്. അത് ക്യാഷിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. എവിടെയും എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പം അത് ആ പ്രോഫിറ്റ് ആർക്ക് അവകാശപ്പെട്ടാണ്, ക്യാപിറ്റലിന്റെ ഓണർക്ക് അവകാശപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ 4,000 റുപ്പീസ് ഓണറുടെ ക്യാപിറ്റലിന്റെ കൂടെ ഓണർക്ക് അവകാശപ്പെട്ടാണ്. പ്രോഫിറ്റ് എപ്പോഴും ഓണർക്ക് അവകാശപ്പെട്ടാണ്. ഡിവിഡൻഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഓണർക്ക് അവകാശപ്പെട്ടാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ലാഭവിഹിതമാണ് കിട്ടിയിരിക്കുന്നത്. അത് ഓണർക്ക് അവകാശപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഓണറുടെ ഇതിലേക്ക് എഴുതുന്നു. 4,000 റുപ്പീസ് ആണുള്ളത്. അത് ഓണറുടെ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്ത് എഴുതും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് 4,000 റുപ്പീസ് ആണ്. ഇത് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണോ ആവുന്നുണ്ടോ നോക്കാം. രണ്ട് സൈഡിൽ ഈക്വൽ ആവുന്നുണ്ടോ നോക്കാം. ഇവിടെ 40,000 ആയിട്ട് മാറും. ഇവിടെ ബാധിക്കുന്നില്ല. 4,000 റുപ്പീസ് തന്നെ ഉണ്ട്. 10,000 റുപ്പീസ് ക്രെഡിറ്റേഴ്സ്. ഇവിടെ 32,000 പ്ലസ് 4,000 അപ്പം 36,000 ആയിട്ട് 36,000 ആണ് അവിടെ വരും. ഈ സൈഡ് രണ്ട് സൈഡ് നോക്കുക, കറക്റ്റ് ആവുന്നുണ്ട് നോക്കുക. 46,000 ആണ് ഇവിടെ വരിക. ഇവിടെ 40 പ്ലസ്
6,000 ആവും, 46,000 രണ്ട് സൈഡിൽ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെന്നുള്ളത് കാണാം. ഈ ഇക്വേഷൻ കൂടി കഴിയുമ്പോൾ ഇത് മൂന്നാമത്തെ ഇക്വേഷൻ, ഇവിടെ നാലാമത്തെ ഇക്വേഷൻ, 4 ഇക്വേഷനായി. നാലാമത്തെ ഇക്വേഷൻ ആകുമ്പോഴും രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് തന്നെ വരുന്നുണ്ട്. റിസീവ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ലാഭവിഹിതമാണ്. ലാഭവിഹിതം നമുക്ക് പൈസ ആയിട്ട് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. അത് ക്യാഷിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അതേസമയം തന്നെ ക്യാപിറ്റലിന്റെ കൂടെയും ആഡ് ചെയ്യണം. ബിസിനസിന് ഓണർക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. കൂടെ ആഡ് ചെയ്യുമ്പോൾ 4,000 ആയതുകൊണ്ട് 36,000 ആവും. ഇവിടെ 4,000 ആഡ് ചെയ്യുന്നു. അത് 40,000 ആയിട്ട് മാറുന്നു. 4,000 റുപ്പീസും കൂടി ആഡ് ചെയ്യും. ബാധിക്കുന്നില്ല. അടുത്ത ലാസ്റ്റ് വൺ, സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 2,000 for 3,000 ഓൺ ക്രെഡിറ്റ്. ഇവിടെ അതും വേറൊരു വ്യത്യാസമാണ്. വ്യത്യാസമുണ്ട്. നേരത്തെ സോൾഡ് ഗുഡ്സ് ഓൺ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ സാധനങ്ങൾ കടമായി വിൽക്കും. കടമായി വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളൊരാൾക്ക് സാധനങ്ങൾ വിൽക്കുക, പക്ഷെ അതിന്റെ പൈസ ഇപ്പം വാങ്ങുന്നില്ല. പിന്നെയാണ് അയാൾ പൈസ തരുന്നത്. ബിസിനസിന് പൈസ തരാനുള്ള ആൾക്കാരെ നമ്മൾ ഡെറ്റേഴ്സ് ആണ് വിളിക്കുക. ബിസിനസ്സിന് ആരെങ്കിലും പൈസ ഇങ്ങോട്ട് തരാണെങ്കിൽ അവരെ നമ്മളെ വിളിക്കുന്ന പേര് ഡെറ്റേഴ്സ് ആണ്. ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാർ ഡെറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സാധനം കടമായി കൊടുക്കുമ്പോഴും അത് പ്രോഫിറ്റിനാണ് കൊടുക്കുന്നത്. എന്ത് ചെയ്യുന്നു? അവരെ നമുക്ക് ഇങ്ങോട്ട് പിന്നീട് പൈസ തരും. അപ്പൊ അവരെ ഡെറ്റേഴ്സ് ആണ് പറയുന്നത്. ഡെറ്റേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. ഒരു ഹെഡിങ് കൂടി ഇവിടെ വരുന്നുണ്ട്, ഡെറ്റേഴ്സ് എന്നാണ് പേര്. ഡെറ്റേഴ്സ് എന്നുള്ള ഒരു ഹെഡിങ് കൂടി അവിടെ വരുന്നത്. ഡെറ്റേഴ്സ് ഒരു ഹെഡിങ് കൂടി പുതിയതായിട്ട് വരികയാണ്. ഇതേപോലെ ഹെഡിങ് കൂടി വരുന്നു. ഡെറ്റേഴ്സ് ഉള്ള പുതിയ ഹെഡിങ് കൂടി വരുന്നു. അപ്പൊ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റ് ആണ്. പിന്നെ ഓൺ പ്രോഫിറ്റിനാവുന്നത് എങ്ങനെയാണ്? 2,000 റുപ്പീസിന്റെ സാധനം നമ്മൾ വിൽക്കുന്നത് 3,000 റുപ്പീസിനാണ്. അപ്പൊ 1,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന പൈസ എത്രയാണ്? ഗുഡ്സ് കോസ്റ്റിംഗ് 2,000 for 3,000. 3,000 റുപ്പീസിനാണ് നമ്മൾ വിൽക്കുന്നത്. 3,000 റുപ്പീസിനാണ് വിൽക്കുന്നത്. പൈസ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കടമായിട്ടാണ് വിൽക്കുന്നത്. പിന്നീടേ പൈസ കിട്ടുള്ളൂ. ഇപ്പം തൽക്കാലം പൈസ കിട്ടുന്നില്ല, പിന്നീട് പൈസ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാഷിനെ ബാധിക്കുന്നില്ല. ഇവിടെ ഫർണിച്ചറിനെ ബാധിക്കുന്നില്ല. സ്റ്റോക്കിനെ ബാധിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കൈവശത്ത് നിന്ന് സ്റ്റോക്ക് പോയിട്ടുണ്ട്. എത്ര സ്റ്റോക്ക് പോയിട്ടുണ്ട്? 2,000 രൂപയാണ് പോയിട്ടുണ്ട്. 2,000 രൂപയുടെ സ്റ്റോക്കാണ് പോയിരിക്കുന്നത്. മൈനസ് 2,000 റുപ്പീസിന്റെ സ്റ്റോക്കാണ് പോയിരിക്കുന്നത്. നമ്മൾ വിറ്റിരിക്കുന്നത് 3,000 റുപ്പീസിനാണ്. 3,000 റുപ്പീസിനാണ് വിറ്റിരിക്കുന്നത്. കടമായിട്ടാണ് വിറ്റിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് ഡെറ്റേഴ്സ് ആണ്. അവർ പൈസ തരാനുള്ളത് 3,000 റുപ്പീസാണ്. ഇവിടെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ? എത്ര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്? വ്യത്യാസം ബാധിക്കുന്നില്ല. എത്ര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്? 2,000 രൂപയുടെ സാധനം 3,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 1,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാവും. 1,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അത് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. 1,000 രൂപ പ്രോഫിറ്റ് ആണ്. വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് ആണ്. അത് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ നോക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് കൂടി നോക്കാം. ഇവിടെ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഓൺ പ്രോഫിറ്റ്. അപ്പൊ സാധനങ്ങൾ വിറ്റു, പക്ഷെ നമുക്കത് ക്യാഷ് കിട്ടിയിട്ടില്ല. പിന്നെ ക്യാഷ് തരുള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് ഡെറ്റേഴ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് ബിസിനസ്സിന് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. എപ്പോഴും ഒരു അസറ്റാണ്. ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു അസറ്റാണ്. ആ അസറ്റ് അപ്പം ഇവിടെ ഇൻക്രീസ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള എത്രയാണ്? 3,000 ആണ്. നമ്മൾ കൊടുക്കുന്നതോ 2,000 രൂപയുടെ സാധനമാണ് കൊടുക്കുന്നത്. പ്രോഫിറ്റിനാണ് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് സാധനങ്ങൾ വിൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടണം. വിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടും. ഇവിടെ എന്ത് ചെയ്തു? 2,000 രൂപയുടെ സാധനം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 3,000 രൂപയ്ക്ക് വിൽക്കും. അപ്പം നമുക്കൊരു 1,000 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ അത് സ്റ്റോക്കിൽ നിന്ന് 2,000 രൂപ കുറയ്ക്കണം. കാരണം നമ്മുടെ ഇനിയും സ്റ്റോക്ക് അത്രയേ ഉള്ളൂ. നമ്മൾ 2,000 രൂപയുടെ സ്റ്റോക്ക് എടുത്തിട്ടാണ് കൊടുത്തത്. 2,000 രൂപയുടെ സ്റ്റോക്ക് എടുത്തിട്ടാണ് 3,000 രൂപയ്ക്ക് വിറ്റത്. 2,000 രൂപ സ്റ്റോക്കിൽ നിന്ന് കുറയണം. ഡെറ്റേഴ്സ് നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാരാണ്. 3,000 രൂപ നമ്മൾ പിന്നീട് അവർ തരും. അതേസമയം തന്നെ 1,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. 1,000 രൂപ പ്രോഫിറ്റ് ഓണറുടെ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യും. ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നോക്കാം. അതോടുകൂടി പ്രോബ്ലം കഴിഞ്ഞു.
ഇക്വേഷൻ കറക്റ്റ് ആണോ? 40,000. ഈ സൈഡിൽ 40,000 ആണ്. ഇവിടെ ഫർണിച്ചർ 2,000 ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോക്കിന്റെ കാര്യത്തില് 4,000 മൈനസ് 2,000 ആണ്. 2,000 ഉണ്ടാവുള്ളൂ. നേരത്തെ 4,000 റുപ്പീസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. സ്റ്റോക്ക് 4,000 ഉണ്ടായിരുന്നു. 2,000 രൂപ കടമായി. 2,000 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ കടമായി വിറ്റു. ഇനി നമ്മുടെ അടുത്തുള്ളത് 2,000 റുപ്പീസിന്റെ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അടുത്ത ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് 3,000 ഉണ്ട്. ഡെറ്റേഴ്സ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു അസറ്റാണ്. പിന്നീട് നമ്മൾക്ക് അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങാം. അതുകൊണ്ട് തന്നെ ഒരു അസറ്റാണ്. ഇവിടെ ക്രെഡിറ്റേഴ്സ് നോക്കാം. ക്രെഡിറ്റേഴ്സ് 10,000 തന്നെ അവർക്ക് നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ്. ഇവിടെ നോക്കും. ഇവിടെ ക്യാപിറ്റൽ 36,000 ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 1000 കൂടി കൂട്ടി 37,000 ആയിട്ട് മാറും. നേരെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ ആകുന്നുണ്ടോ നോക്കാം. ഈ സൈഡിൽ 47,000 ആണുള്ളത്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 47,000 ഉണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കറക്റ്റാണ്. രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 44,000 പ്ലസ് 3,000 അപ്പോൾ 47,000 ഈ സൈഡിലും വരുന്നുണ്ട്. 47,000 ഈ സൈഡിലും 47,000 രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പറയാം. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷന്റെ പ്രോബ്ലം. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സോൾഡ് ഗുഡ്സ് ഓൺ പ്രോഫിറ്റ് ആണ്. ക്യാഷ് കിട്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന ഒന്നാമത്തത്. നാലാമത്തെ ക്വസ്റ്റ്യൻ സോൾഡ് ഗുഡ്സ് ഓൺ പ്രോഫിറ്റ് എന്നുള്ള അത് അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ക്യാഷ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടിയ പൈസ അതേപോലെ സ്റ്റോക്കിൽ നിന്ന് പൈസ കുറയുന്നുണ്ട്. പ്രോഫിറ്റ് നമുക്ക് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. കടമായ സാധനങ്ങൾ വിൽക്കുന്നു. നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ അത് ക്യാഷിനെ ബാധിക്കുന്നില്ല. കടമായിട്ടാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അത് എന്ത് ചെയ്യുന്നു? സ്റ്റോക്കിൽ നിന്ന് കുറയണം. 2,000 രൂപയുടെ സാധനമാണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ നിന്ന് കുറയണം. ഇവിടെ ഡെറ്റേഴ്സിന്റെ കൂടെ ആഡ് ചെയ്യും. കാരണം അവർ പിന്നീട് നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരാണ്. ബിസിനസ്സിന് പൈസ തരാനുള്ള ആൾക്കാർ ഡെറ്റേഴ്സ് ആണെന്ന് പറയാൻ. അതുകൊണ്ട് 3,000 റുപ്പീസ് ഡെറ്റേഴ്സിന്റെ ഇതിൽ എഴുതുകയാണ്. അടുത്ത ക്രെഡിറ്റേഴ്സിനെ ബാധിക്കുന്നില്ല. 1000 രൂപയുടെ പ്രോഫിറ്റ് നടക്കുന്നുണ്ട്. കാരണം 2,000 രൂപയുടെ സാധനം 3,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 1000 രൂപ പ്രോഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. അതും കൂടി നമ്മൾ ഇവിടെ ക്യാപിറ്റലിന്റെ കൂടെയാണ് എഴുതുന്നത്. ഓണർക്ക് അവകാശപ്പെടായതുകൊണ്ട് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 47,000 രണ്ട് സൈഡ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആയി വരുന്നുണ്ടെന്നാണ്. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. റഫായിട്ട് ബുക്കിൽ പേപ്പറിലൊക്കെ എഴുതിയിട്ട് റഫായിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ശരിയാവുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ മെസ്സേജ് ചെയ്യാം. നമുക്ക് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുള്ള ഈ ടോപ്പിക്ക് നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് 3 ഹോംവർക്കാണ് ഞാൻ തരുന്നത്. ആ 3 ഹോംവർക്കും നിങ്ങൾ ഒരുമിച്ച് എഴുതുക. ഒരുമിച്ച് എഴുതിയിട്ട് ഒരുമിച്ച് അത് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്താൽ ഒരുമിച്ച് 3 പ്രോബ്ലം. അതിന്റെ ആൻസർ മാത്രം മതി. ക്വസ്റ്റ്യൻ എല്ലാം തന്നെ നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ നോട്ട്ബുക്കിലേക്ക് എഴുതിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം? ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യാം? അത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് അത് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇന്ന് തന്നെ അത് അയച്ചു തരികയും ചെയ്യും. 3 ചെറിയ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അത് എനിക്ക് അയച്ചു തരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് മെസ്സേജ് ചെയ്യാൻ ഞാനത് ക്ലിയർ ചെയ്ത് തരികയും ചെയ്യാം. ഈ ഏരിയ നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഏരിയയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളത്